നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്ത് കാണുമല്ലേ? ഇവിടെ 2-3 ദിവസമായിട്ട് ഞങ്ങളെ കളിപ്പിക്കുവാണ്. ഇന്നലെ നല്ല മുഴക്കമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചാറി അങ്ങ് പോയി. നല്ല മഴയൊന്നും പെയ്തില്ല. ഇവിടെ കുറച്ചടുത്ത് വരെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ 2-3 ദിവസത്തേക്ക് മുമ്പ് ഒരു മാംഗോ ഐസ്ക്രീമിന്റെ വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പൊ ഒത്തിരി പേര് അത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു കേട്ടോ, നല്ലതായിരുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ വേറൊരു രീതിയിലൂടെ ഒന്ന് ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും പ്രകാരം ഞാൻ ഈ മാങ്ങ എന്താ മാങ്ങയാന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. വണ്ടിയെ വന്നപ്പം വാങ്ങിച്ചതാണ്, പഴുത്തതല്ലായിരുന്നു. പഴുക്കാനും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് കഴിക്കുന്നതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചല്ലായിരുന്നു, ഈ ഐസ്ക്രീമിന്റെ ഉദ്ദേശിച്ച് ഞാൻ വാങ്ങിച്ചതായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് വേറൊരു രീതിയിൽ ഒരു മാംഗോ ഐസ്ക്രീം, കാര്യം എല്ലാവർക്കും ഇപ്പം വിപ്പിംഗ് ക്രീം വെച്ച് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ എളുപ്പം ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാ, ഞാൻ മാങ്ങ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചതാണ്. ഒരുപാട് അങ്ങ് ഐസ് പോലെ ആയിട്ടില്ല. ഇത് മിക്സിയുടെ ജാറിലോട്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ തൈരാണ്, ഒരു 2 സ്പൂണോളം തേന്, ചെറിയ സ്പൂണാണ്, 2 സ്പൂൺ പാൽപ്പൊടി. പാൽപ്പൊടി പറന്ന് വരും, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കാം. ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതാ, എല്ലാം കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതേ ജാറിലോട്ട് തന്നെയാണ് ഇത് ഒഴിക്കുന്നത്. ഇനി മറ്റൊന്നും തന്നെ ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. ഇതിനി ഒരു 3 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കണേ. നമ്മൾ ഇതുപോലൊക്കെ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം അടച്ചു വെക്കണേ. നമുക്ക് നോക്കാമേ ഐസ്ക്രീം സെറ്റ് ആയോന്ന്. ഇതുപോലെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ ഒരു ഐസ്ക്രീം. അപ്പൊ നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയല്ലോ, മറ്റേ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനും അല്ലെങ്കിൽ വാങ്ങാനും ഒക്കെ പോകണ്ടേ. അപ്പൊ നിങ്ങൾ ഈ രീതിയിലൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.